തൃശൂരിലെ ദമ്പതികളുടെ ധനവ്യവസായ ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രതികൾക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. ഈസ്റ്റ് പോലീസാണ് നോട്ടീസ് പുറത്തിറക്കിയത്. പ്രതികൾ സംസ്ഥാനം വിട്ടതായാണ് സൂചന. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, പ്രതികളെ സംബന്ധിച്ച് എന്ത് സൂചനയാണ് പോലീസിനുള്ളത്? സംസ്ഥാനം വിട്ടതായി ഉറപ്പിക്കുന്നുണ്ടോ? ഫിജി, കഴിഞ്ഞ ദിവസമാണ് ഈ ധനവ്യവസായ ബാങ്കേഴ്സിന്റെ ഉടമയ്ക്കെതിരെ ഈസ്റ്റ് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത്. സംസ്ഥാനം വിട്ടതായി പോലീസ് പറയുന്നുണ്ടെങ്കിലും അതിൽ പ്രത്യേകിച്ച് ഉറപ്പൊന്നും ആർക്കും ഇതുവരെ ഇല്ല. സംസ്ഥാനത്തിന്റെ അകത്തോ പുറത്തോ ഉണ്ടായിരിക്കുമെന്ന് തന്നെയാണ് പോലീസ്. എന്തായാലും പോലീസ് ഇവർക്കെതിരെയുള്ള അന്വേഷണം ഇപ്പോൾ ഊർജിതമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഈ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുന്നത്. ഫിജി, എങ്ങനെയാണ് ഈ ബാങ്ക് ജനങ്ങളുടെ ഇത്തരത്തിൽ ഒരു ജനസമ്മതി ആർജിച്ചത്? കൂടുതൽ നിക്ഷേപം എങ്ങനെ സമാഹരിക്കാൻ ഇവർക്ക് കഴിഞ്ഞു? ഫിജി, ഈ സ്ഥാപനം 1946-ൽ ഈ ജോയ് ഡി പാണഞ്ചേരിയുടെ പിതാവ് ആരംഭിച്ചതാണ്. ഈ അടുത്ത വർഷങ്ങളിലാണ് ഈ സ്ഥാപനം ജോയ്ക്ക് കൈമാറിയത്. 15 മുതൽ 18% വരെ പലിശ വാഗ്ദാനം ചെയ്താണ് ആളുകളിൽ നിന്ന് കോടികൾ നിക്ഷേപമായി സ്വീകരിച്ചത്. ഈ 4 മാസം മുൻപ് വരെ ഇത്തരത്തിൽ ഈ സ്ഥാപനം നിക്ഷേപം സ്വീകരിച്ചിരുന്നു. എന്തായാലും ഈ കുറച്ചു കാലം മുൻപ് വരെ, ഈ പരാതികൾ ഉയരുന്നതിന് മുൻപ് വരെ കൃത്യമായി പലിശയും മുതലും ഈ സ്ഥാപനം നിക്ഷേപകർക്ക് തിരികെ നൽകിയിരുന്നു. ഈ അടുത്ത ഘട്ടത്തിലാണ് ഈ പലിശ അല്ലെങ്കിൽ മുതൽ തിരികെ ലഭിക്കാത്ത ഒരു സാഹചര്യം നിക്ഷേപകർക്ക് ഉണ്ടായത്. ഇതേ തുടർന്നാണ് തൃശൂർ ഈസ്റ്റ് സ്റ്റേഷനിൽ പരാതിയുമായി നിക്ഷേപകർ എത്തിയത്. ഇതോടെയാണ് ഈ വാർത്ത പുറത്തു വന്നതോടെയാണ് മറ്റുള്ളവരും ഈ സ്ഥാപനം അപകടാവസ്ഥയിലാണെന്നും ഈ സ്ഥാപനം പൊളിയാൻ സാധ്യതയുണ്ടെന്നും മനസ്സിലായി. ഇപ്പോൾ 100ഓളം പരാതികൾ ഇത്തരത്തിൽ ഈസ്റ്റ് സ്റ്റേഷനിൽ ലഭിച്ചിട്ടുണ്ട്. നിലവിൽ ഈ സ്ഥിരീകരിച്ച് FIR എടുത്ത കേസുകളുമായി ബന്ധപ്പെട്ട് 5 കോടിയിൽ താഴെയാണ് ഇപ്പോൾ കേസുകൾ എടുത്തത്. 5 കോടി താഴെ തുകയ്ക്കാണ് ഇപ്പോൾ കേസുകൾ എടുത്തത്. അതുകൊണ്ട് തന്നെ ഈ കേസ് ഇപ്പോൾ ജില്ലാ ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത്. ഈ 5 കോടിക്ക് മേലെ വന്നാൽ ഈ കേസ് സ്വാഭാവികമായിട്ടും സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൈമാറും. ഇതിനിടയിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ജോയ് ഡി പാണഞ്ചേരിക്ക് എതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇയാൾ സംസ്ഥാനം വിട്ടുപോകാനോ അല്ലെങ്കിൽ രാജ്യം വിട്ടുപോകാനോ ഉള്ള സാധ്യതയുണ്ടെങ്കിൽ അത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിരിക്കുന്നത്. ഫിജി, അനീഷ്, നേരത്തെ കഴിഞ്ഞ ബുള്ളറ്റിനിൽ ഏതാനും പേർ ചില പ്രതികരണങ്ങൾ കേരള വിഷൻ ന്യൂസുമായി നടത്തിയിരുന്നു. അവിടെ നിക്ഷേപം നടത്തി തട്ടിപ്പിന് ഇരയായവർ കൂടുതൽ പേർ പരാതിയുമായി മുന്നോട്ട് വരുന്നുണ്ടോ, അതോ അനധികൃതമായും മറ്റും ഉണ്ടാക്കിയ പണം നിക്ഷേപിച്ചവരാണോ കൂടുതലുമായി ഉള്ളത്? കൂടുതൽ പലിശ വ്യാമോഹിച്ച് ഈ നിക്ഷേപത്തിന് ഇറങ്ങി തിരിച്ചവരാണോ ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നത്? പലിശ മോഹിച്ച് തന്നെയാണ് ഇത്തരം സ്ഥാപനങ്ങളിൽ നിക്ഷേപകർ പണം കൊണ്ടിടുന്നിരുന്നത്. അത്തരം ഒരു മോഹം തന്നെയാണ് ഇവിടെയും ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഈ നിക്ഷേപകരിൽ 10 ലക്ഷം മുതൽ 1 കോടി, 2 കോടി, 3 കോടി വരെ നിക്ഷേപിച്ച ആളുകളുണ്ട്. ഇതിലും പലരും പരാതിയുമായി ഇപ്പോൾ രംഗത്ത് വരുന്നില്ല. കാരണം ഇവർക്ക് ഈ പരാതിയുമായി രംഗത്ത് വന്നാൽ ഈ നിക്ഷേപിച്ച കോടികളുടെ സോഴ്സ് സ്വാഭാവികമായിട്ടും കാണിക്കേണ്ടി വരും. അത്തരം സോഴ്സ് കാണിക്കാനാകാത്തവരാണ് പരാതിയുമായി ഇപ്പോഴും മുന്നിട്ടിറങ്ങാത്തത്. നേരെ മറിച്ച് 100ഓളം പേർ ഇപ്പോൾ പരാതിയുമായി വന്നിട്ടുണ്ട്. ഇവർക്ക് ഈ പണത്തിന്റെ സോഴ്സ് കൃത്യമായി കാണിക്കാൻ പറ്റുന്നവരായിരിക്കാം. ഇതിലെ കൂലിത്തൊഴിലാളികൾ മുതൽ സമൂഹത്തിലെ ഉന്നതർ വരെ പണം കൊണ്ട് നിക്ഷേപിച്ചിട്ടുണ്ട്. ഈ ജോയ് ഡി പാണഞ്ചേരി ഈ കോടതിയിൽ IP പേപ്പർ ആക്കാൻ വേണ്ടിയുള്ള പെറ്റീഷൻ നൽകിയിട്ടുണ്ട്. ഈ പെറ്റീഷനിൽ ജോയ് ഡി പാണഞ്ചേരി ഒരു നീണ്ട നിക്ഷേപകരുടെ നിര തന്നെ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇവർക്കെല്ലാം ഇയാൾ പണം നൽകാനുള്ളതാണ്. ഇവരുടെ കണക്കെടുത്താൽ തന്നെ ഒരു 100 കോടിയിൽ പരം രൂപ ഉണ്ടാവും ഈ ലിസ്റ്റ് പ്രകാരം. എന്തായാലും ഇത്തരം ആളുകൾ, സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലുള്ള ആളുകൾ പണം ഇവിടെ കൊണ്ടുവന്നത് നേരത്തെ നമ്മുടെ ചർച്ചയിൽ തന്നെ പറഞ്ഞതുപോലെ 1500 രൂപ മുതൽ 3 കോടിക്ക് മേലെ വരെ ഉള്ള നിക്ഷേപം ഇവിടെ സ്വീകരിച്ചിരുന്നു. 4 മാസം മുൻപ് വരെ നിക്ഷേപം സ്വീകരിച്ചിരുന്നു എന്നാണ് തട്ടിപ്പിനിരയായവർ പറയുന്നത്. എന്തായാലും ഇതുവരെ പരാതി നൽകിയിട്ടുള്ളവരും ഇനി പരാതി നൽകാനുള്ളവരും പരാതി നൽകാൻ തയ്യാറാകാത്തവരെ മൊത്തം ഒരു കണക്കെടുത്താൽ ഏകദേശം 250 മുതൽ 300 കോടി രൂപ വരെയുള്ള നിക്ഷേപം ഈ സ്ഥാപനം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് വേണം ഈ നിക്ഷേപകർ പറയുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ. ഫിജി, അനീഷ്, എന്താണ് സംഭവിച്ചത് ഈ ഒരു ബാങ്കേഴ്സിന്? പ്രധാനമായും തട്ടിപ്പ് നടത്തുക എന്ന ഉദ്ദേശമായിരുന്നോ ഇവർക്ക് പ്രധാനമായും ഉള്ളത്, അതോ അത്തരത്തിൽ ബിസിനസ് വിജയിക്കാത്തത് മൂലം മുങ്ങേണ്ട ഒരു സാഹചര്യം സ്വാഭാവികമായി സംഭവിക്കുകയായിരുന്നു?
ഒരു വിശദാംശത്തിലേക്ക് കടന്നാല് നമുക്ക് മനസ്സിലാക്കാം ഇതൊരു തട്ടിപ്പ് നടത്താൻ വേണ്ടി തുടങ്ങിയ ഒരു സ്ഥാപനമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം 1947 ഒരു 50 വർഷത്തോളമായി ഈ സ്ഥാപനം ആരംഭിച്ചിട്ട് തട്ടിപ്പ് നടത്താനാണെങ്കിൽ ഇവർക്ക് നേരത്തെ ആകാമായിരുന്നു. എന്തായാലും ഇവർ പറയുന്നത്, ഉടമകളുടെ ഭാഗത്തു നിന്നും പറയുന്നത്, അതായത് കോവിഡ് കാലമാണ് ഇവർക്ക് ഇത്തരം ഒരു പ്രതിസന്ധിയിലേക്ക് ഇവരെ കൊണ്ട് എത്തിച്ചത്. കാരണം ഇവർ ഈ നിക്ഷേപകരിൽ നിന്നും 15 മുതൽ 18% വരെ പലിശ വാഗ്ദാനം ചെയ്ത് നിക്ഷേപം സ്വീകരിക്കുന്ന ഈ തുക തൃശ്ശൂരിലെ തന്നെ പല വ്യവസായികൾ 20-30% ഇരട്ടി ശതമാനത്തോളം പലിശയ്ക്ക് ഇവർ നൽകും. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന 30%-ൽ 15% ഇവർ കൈവശപ്പെടുത്തി ബാക്കി 15% ഈ നിക്ഷേപകർക്ക് നൽകുന്നത്. ഇത്തരം ഒരു ക്രമമായിട്ടാണ് ഈ ബിസിനസ് മുന്നോട്ട് പോയിരുന്നത്. എന്നാൽ ഈ കോവിഡ് കാലം ആയതോടെ ഇയാൾ വാങ്ങിയ പൈസ ഇതുപോലെയുള്ള സ്ഥാപന ഉടമകൾക്ക് പലിശയ്ക്ക്, അമിത പലിശയ്ക്ക് നൽകി. എന്നാൽ അവർക്ക് തിരിച്ച് കോവിഡ് കാലം 2-2.5 വർഷക്കാലത്തോളം ആയിട്ട് ഈ നൽകിയ പൈസ തിരിച്ച് ഈ ഉടമയ്ക്ക് ലഭിക്കാതെ വന്നു. ഇതോടെ ഇയാൾക്ക് നിക്ഷേപകർക്ക് പലിശ കൃത്യമായി മുതൽ കൊടുക്കാനാകാതെ വന്നു. ഇതോടെയാണ് ഈ സ്ഥാപനം ഈ തരം ഒരു നാശത്തിലേക്ക് കൂപ്പുകുത്തിയതെന്നാണ് നമുക്ക് ഇവരിൽ നിന്നും, ഉടമകളുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫിജി. അനീഷ്, വളരെ നന്ദി. ഒപ്പം മറ്റൊരു വിവരം കൂടി നൽകേണ്ടതുണ്ട്. സേഫ് ആൻഡ് സ്ട്രോങ് നിക്ഷേപ തട്ടിപ്പ് സംബന്ധിച്ചുള്ള വാർത്തയുടെ വിവരങ്ങൾ അനീഷ് നൽകുമെന്ന് കരുതുന്നു. പ്രവീൺ റാണയ്ക്കെതിരെ ചാവക്കാട് സ്റ്റേഷനിലും പരാതി. പാലയൂർ സ്വദേശികളാണ് ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, എന്താണ് ഈ വാർത്തയുടെയും വിശദാംശങ്ങൾ? സേഫ് ആൻഡ് സ്ട്രോങ്ങിനെതിരെ വിവിധ സ്റ്റേഷനുകളിൽ പരാതി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ദിനംപ്രതി. നേരത്തെ തൃശൂർ ഈസ്റ്റ്, അതുപോലെ വെസ്റ്റ് സ്റ്റേഷൻ, അതുപോലെ കുന്നംകുളം സ്റ്റേഷൻ, അതുപോലെ ഇപ്പോൾ കണ്ണൂര് ഉൾപ്പെടെ പരാതി ഈ സ്ഥാപന ഉടമയ്ക്കെതിരെ ലഭിച്ചിരുന്നു. ഇപ്പോൾ ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ചാവക്കാട് പോലീസ് സ്റ്റേഷനിലും ഈ സേഫ് ആൻഡ് സ്ട്രോങ്ങിനെതിരെ തട്ടിപ്പ് പരാതിയുമായി നിക്ഷേപകർ രംഗത്ത് വന്നിരിക്കുന്നു. 2 പാലയൂർ സ്വദേശികളാണ്. ഇവരുടെ പണം നഷ്ടപ്പെട്ടു എന്ന രീതിയിൽ മുതലും പലിശയും കൃത്യമായി ലഭിക്കുന്നില്ല എന്ന രീതിയിൽ ചാവക്കാട് സ്റ്റേഷനിൽ പരാതിയുമായി എത്തിയത്. ഈ പരാതി പ്രകാരം ചാവക്കാട് പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2 ലക്ഷവും 5 ലക്ഷം രൂപ നിക്ഷേപിച്ച 2 പാലയൂർ സ്വദേശികളാണ് ഇപ്പോൾ ചാവക്കാട് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുള്ളത്. ഈ പരാതി പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് ചാവക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഫിജി. ശരി അനീഷ്, സേഫ് ആൻഡ് സ്ട്രോങ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ പ്രവീൺ റാണയ്ക്കെതിരെ ചാവക്കാട് സ്റ്റേഷനിലും പരാതി. പാലയൂർ സ്വദേശികളാണ് ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത്.